സഹകരണ വകുപ്പിലെ സോഫ്റ്റ്വെയർ അഴിമതി ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. മന്ത്രി VN വാസവന്റെ വാദങ്ങൾ പച്ചക്കള്ളമാണ്. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് അഴിമതി ഉണ്ടായത് എന്നും ദിനേശ് BD സംഘം വ്യക്തതയില്ലാത്ത കോട്ടാണ് നൽകിയത് എന്നും ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ അഴിമതി ആരോപണം പൂർണ്ണമായും തള്ളിയ മുഖ്യമന്ത്രി നുണ പറയാൻ പ്രതിപക്ഷം മത്സരിക്കുകയാണെന്ന് തിരിച്ചടിച്ചു. സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെ 700 കോടി രൂപയിലധികം നഷ്ടം വരുന്ന തരത്തിലാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഊരാളും കല്ല് കൊടുത്ത പോലെ ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത് മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ സഹകരണ മേഖലയെ പരിപൂർണമായി CPMന്റെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ആസൂത്രണമായിരുന്നു ഇവിടെ നടന്നത്. ഇന്നലെ ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഇത് തടഞ്ഞു. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഒറ്റ ടെൻഡർ ആയതുകൊണ്ടാണ് ടാറ്റ കൺസൾട്ടൻസിയെ സിംഗിൾ ബിഡർ ആയതുകൊണ്ട് ഒഴിവാക്കിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ മന്ത്രിയുടെ വാദം തികച്ചും തള്ളിക്കളയേണ്ട ഒന്നാണ്. ചെന്നിത്തല പറയുന്നത് ഇപ്പൊ ഈ നുണകൾ പറയുന്നത് ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്ത പ്രചരണങ്ങളാണ് നുണകളെന്ന നിലക്ക് അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നുണ പറഞ്ഞിട്ട് LDFനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. എന്തും വിളിച്ചു പറയാൻ എല്ലില്ലാത്ത നാക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനൊന്നും എല്ലാറ്റിനും മറുപടി പറയാൻ ആർക്ക് സാധിക്കും? പക്ഷേ ഇതൊന്നും നാട്ടിൽ ചെലവാകാൻ പോകുന്നില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അരുൺ, ഒരു മുൻപരിചയം ഇല്ലാതിരുന്നിട്ടും അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു. അവർക്ക് ടെൻഡർ കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ടെൻഡറിൽ നിന്ന് ഈ കമ്പനിയെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്, ടാറ്റ കൺസൾട്ടൻസിയെ ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നും. പക്ഷെ മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് 2024 ടാറ്റ കൺസൾട്ടൻസി ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. മാധു, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം കൂടി രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതുവായി ഉള്ള സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിലുള്ള ടെൻഡർ നടപടിയിലാണ് വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നത് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. ഇതിൽ ഈ രംഗത്ത് മുൻപരിചയമില്ലാത്ത ദിനേശ് BD സഹകരണ സംഘത്തിന് ഇതിൽ 4 ഇരട്ടി തുകക്കാണ് ഇത് ഈ ടെൻഡർ അനുവദിച്ചത്. അതായത് വലിയ അഴിമതി അതിൽ നടന്നിട്ടുണ്ട് എന്നതാണ്. സഹകരണ സംഘങ്ങളെ CPMന്റെ നിയന്ത്രണത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് എന്നതാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. ഇതിൽ ഇന്നലെ ഇത്തരം ആരോപണങ്ങൾ തള്ളി മന്ത്രി VN വാസവൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ മന്ത്രിയുടെ വാദങ്ങൾ നിലനിൽക്കില്ല. ഈ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ കോടതി തന്നെ തടഞ്ഞിട്ടുണ്ട്. അത് പ്രഥമ ദൃഷ്ട്യാ ഇതിൽ അഴിമതിയുണ്ട്, ക്രമക്കേടുണ്ട് എന്നതിന്റെ തെളിവാണ് എന്നതാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതൊരു അന്വേഷണം നടത്തണം, ഇതിൽ കൃത്യമായി വിശദമായ അന്വേഷണം വേണം എന്നതാണ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. എന്നാൽ അല്പസമയം മുമ്പ് ചെന്നിത്തലയുടെ ആരോപണങ്ങളെ തള്ളി മുഖ്യമന്ത്രിയും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF നേതാക്കളുടെ ഭാഗത്തുണ്ടാവുന്ന നുണകൾ മാത്രമാണിത്, അതിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകാൻ വേണ്ടി പോകുന്ന ഒരു അഴിമതി ആരോപണമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. 700 കോടി രൂപയുടെ അഴിമതിക്ക് വഴിവെച്ചു എന്നുള്ളതാണ് സഹകരണ മന്ത്രിക്കെതിരായ ആരോപണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.